നമസ്കാരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ ഗാനത്തിന് മുമ്പേ വന്ദേ മാതരം ആലപിക്കപ്പെട്ടു. ഇതൊരു പുതിയ തുടക്കമാണ്. അതായത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിയായി, എക്കാലത്തും ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വേദിയിൽ നിർത്തിക്കൊണ്ടാണ് വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇത്തരത്തിൽ വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസകളും ആലപിക്കപ്പെട്ടത്, 6 ശ്ലോകങ്ങളും ആലപിക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വന്ദേ മാതരത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ തലതൊട്ടപ്പനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിർത്തിയിട്ട് ഈ വന്ദേ മാതരം ആലപിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അത് വിജയ് ഒരു കണക്കുകൂട്ടി പകരം വീട്ടിയതാണോ എന്നതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൂടി കിട്ടിയ ഒരു നല്ല പണി തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ നിർത്തിക്കൊണ്ട് ഒന്നും പറയാനും നിവർത്തിയില്ല. ഇനിയിപ്പോൾ വന്ന മന്ത്രിസ്ഥാനം തന്നെ തിരിച്ചു പോയാലോ എന്ന് ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംശയം തോന്നിയിട്ടുണ്ടാകാം. എന്തായാലും രാഹുൽ ഗാന്ധിയെയും കൂടി നിർത്തിക്കൊണ്ടാണ് വന്ദേ മാതരം ആലപിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത് തമിഴക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. നേരത്തെ DMK, ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ ദേശീയ സംസ്കൃതിയെയും ദേശത്തിൻ്റെ മാനബിന്ദുക്കളെ എതിർക്കുന്നതിലും വളരെ ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു നേതൃത്വമാണ്, ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. അവർക്കും കൂടി കിട്ടുന്ന ഒരു വലിയ തിരിച്ചടിയാണ് 1937 തുടങ്ങിയ ദേശീയതയ്ക്കെതിരെയുള്ള ഒരു വിരോധമാണ്. അന്ന് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആരംഭിക്കുകയാണ് ഈ ദേശീയ വിരുദ്ധത, ഒരു ദേശവിരുദ്ധത എന്ന് പറയുന്നത്. അന്നത്തെ ജസ്റ്റിസ് പാർട്ടി, EV രാമസ്വാമി നായ്ക്കരുടെയൊക്കെ നേതൃത്വത്തിൽ ജസ്റ്റിസ് പാർട്ടിയാണ് ഇതിന് തുടക്കമിട്ടത്. അതിനുശേഷം അത് തുടർന്നു വരികയായിരുന്നു. DMKയുടെയും ആചാര്യനാണ് EV രാമസ്വാമി നായ്ക്കർ, EV രാമസ്വാമി. അപ്പോൾ ഈ EV രാമസ്വാമി ഇത്തരത്തിൽ പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ ആ ഒരു ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് DMKയും ഈ രീതിയിൽ തന്നെ, അണ്ണാദുരൈ ആയിക്കോട്ടെ, അതിന് ശേഷം വന്ന നേതാക്കളായിക്കോട്ടെ, ഇതെല്ലാം ഇവരും തന്നെ ദേശീയതയ്ക്കെതിരെ ഒരു തമിഴ് വികാരം ഉയർത്തിവിട്ടുകൊണ്ട് ഭാരതത്തിൻ്റെ ദേശീയതയ്ക്കെതിരെ ശബ്ദിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ നയം. ആ നാട്ടിൽ തന്നെ ദേശീയതയുടെ ഒരു ശബ്ദം ഉയരുന്നു എന്നത് തമിഴ്നാട്ടിൽ പുതിയൊരു സംസ്കൃതി, പുതിയൊരു രാഷ്ട്രീയ സംസ്കൃതിയുടെ തുടക്കമാണ് ഇത് എന്നാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. കോൺഗ്രസ്സാണ് ഏറ്റവും അധികം വന്ദേ മാതരത്തെ എതിർക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയില്ല. 1905 വന്ദേ മാതരം ആലപിച്ചുകൊണ്ട്, ഗംഗയിൽ മുങ്ങുകയും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടും ബംഗാൾ വിഭജനത്തിനെതിരെ ശബ്ദിച്ച ആ രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദേശീയതയ്ക്ക് എങ്ങനെയാണ് ഇതിനെതിരെ സംസാരിക്കുവാൻ കഴിയുന്നത് എന്ന് അറിയില്ല. എന്തായാലും അന്നത്തെ കോൺഗ്രസും ഇന്നത്തെ കോൺഗ്രസും വ്യത്യസ്തമാണ്. എങ്കിലും ഒരല്പം സംസ്കാരം അവർക്ക് കാണിക്കാമല്ലോ. അതുപോലും അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. എന്തായാലും ഇപ്പോൾ ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം കണക്കറ്റ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ വന്ദേ മാതരം പ്രത്യക്ഷപ്പെടുമ്പോൾ അത് കേവലം ഒരു നോവലിലെ ഗാനമല്ല. ഇന്ത്യൻ ദേശീയതയുടെ എക്കാലത്തെയും വലിയ ശബ്ദമായിരുന്നു വന്ദേ മാതരം. ആ ഗാനത്തിൻ്റെ അലയൊലികൾ ചെന്ന് പതിച്ചത് കോടാനുകോടിയായിട്ടുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കാണ്. എത്രയോ അധികം ലക്ഷക്കണക്കിനായിട്ടുള്ള യുവാക്കൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയത് വന്ദേ മാതരം എന്ന ഒറ്റ ഗാനം കൊണ്ടാണ്, ഒറ്റ ദേശീയ ഗാനം കൊണ്ടാണ്. അത്തരത്തിൽ വന്ദേ മാതരം നമുക്ക് നൽകിയ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എന്നത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പോലും സാധിക്കുകയില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഈ വന്ദേ മാതരത്തെ ഏറ്റവും അധികം ഭയന്നതെങ്കിൽ അതിനുശേഷം വന്ന കോൺഗ്രസ് സർക്കാരിനും ഇത് ഭയമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ 6 സ്റ്റാൻസയും ആലപിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം കൊടുത്തപ്പോൾ ആ നിർദ്ദേശത്തിനെ ഏറ്റവും അധികം എതിർത്തതിൽ ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനമായിരുന്നു, കോൺഗ്രസ് പാർട്ടിയായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുനിന്ന് എല്ലാ ആൾക്കാരും, ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല, ഖാർഗെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഇതിനെ എതിർക്കേണ്ട. 1937 ടാഗോറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്
ഇത് മാറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പല പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കഴമ്പുമില്ല. കേവലം മതപ്രീണനത്തിന് വേണ്ടി മാത്രമായിരുന്നു കോൺഗ്രസ് ഈ വന്ദേമാതരത്തെ മാറ്റി നിർത്തിയത് എന്നുള്ളതാണ്. സ്റ്റാലിനും മറ്റ് രീതികളൊന്നുമില്ല. സ്റ്റാലിനും വന്ദേമാതരത്തെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. വന്ദേമാതരം ഭാരതത്തിൻ്റെ ദേശീയ ഗീതമാണ്. ഭാരതത്തിൻ്റെ ദേശീയ ഗീതത്തെ എന്തിനാണ് ഇവർ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒരു ഉത്തരവും പറയാൻ കഴിയില്ല. അതിന് ദേശവിരുദ്ധത എന്നൊരൊറ്റ കുടയ്ക്കടിയിൽ മാത്രമേ അതിനെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പച്ച പരമാർത്ഥം. എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയിയുടെ അധികാരമേൽക്കുന്ന ചടങ്ങിൽ തന്നെ വന്ദേമാതരം ആലപിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിൻ്റെ എല്ലായിടങ്ങളിലും വന്ദേമാതരം ഈ രീതിയിൽ തന്നെ ആലപിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി മാറിയിരിക്കുകയാണ്. എന്തായാലും വിജയിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണ ചടങ്ങ്, അതായത് വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ ഇത്തരം ഈ രീതിയിൽ വന്ദേമാതരം ആലപിക്കപ്പെടുമ്പോൾ തമിഴ് രാഷ്ട്രീയം ഒരു പുത്തൻ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി ഇപ്പോൾ അതിനുള്ളൊരു സൂചനയും കൂടിയാണ് ലഭിക്കുന്നത്. അതായത് വന്ദേമാതരം ആലപിച്ചുകൊണ്ട് വിജയ് അധികാരത്തിൽ കയറുന്നു. വന്ദേമാതരം ആലപിച്ചുകൊണ്ട് തമിഴ്നാട് മുന്നോട്ട് പോകുന്നു, ദേശീയതയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇതൊരു വഴിയൊരുക്കലാണ്. ഈ വഴിയൊരുക്കൽ എന്ന് പറയുന്നത് ഇനി വിജയ്ക്ക് ശേഷം അണ്ണാമല എത്തുവാൻ പോകുന്നു. അണ്ണാമലയ്ക്ക് പാതയൊരുക്കുകയാണ് വിജയ് ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അണ്ണാമലൈ അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിജയെ സംബന്ധിച്ച് വിജയുടെ ഒപ്പമുള്ള പല ആൾക്കാരും ഇത് ജെൻസികളാണ്. ഇപ്പോൾ കുറച്ച് പേരെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും CPIM നിന്നും CPIM ഒക്കെ അടർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് സാധിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. CPMൻ്റെ ഒരു ഭാഗമെന്നല്ല, CPM മുഴുവനായിട്ട് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 പേരും വിജയ്ക്കൊപ്പം പോയി. അപ്പോൾ ഇങ്ങനെ അടർത്തിയെടുത്ത് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചുവെങ്കിലും, അതായത് അവരുടെ ഇന്ത്യ സഖ്യത്തിൽ നടത്തിയെടുത്ത് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും ഇത് അധിക നാൾ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയില്ല. ഇവരോടൊപ്പമുള്ള മിക്കവരും ജെൻസികളാണ്. ഈ ജെൻസി സംസ്കാരത്തിനനുസരിച്ച് അവർക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പരിചയമോ ബോധ്യമോ ഒന്നുമില്ലാത്ത അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ രീതിയിൽ ഭരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. അത്തരം അസാധ്യമായ കാര്യത്തിലൂടെ ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും തമിഴ്നാട്ടിലൊരു വലിയ ഭരണപരാജയം ഉണ്ടാവുകയും ആ ഭരണപരാജയത്തിന് ശേഷം തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ വിടവുണ്ടാകുകയും ഒരു രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാകുകയും ആ അസ്ഥിരതയ്ക്കൊടുവിൽ തീർച്ചയായും ഒരു മികച്ച നേതാവിനെ, ഒരു മികച്ച സാരഥിയെ തമിഴ്നാട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അണ്ണാമലൈ ഉദയം ചെയ്യുവാൻ പോകുന്നത്. അത്തരത്തിൽ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചലിക്കുന്നത് എന്നതാണ് പരമാർത്ഥം. എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലും യോഗി ആദിത്യനാഥ് UPയിലും ബംഗാളിൽ സുവേന്ദു അധികാരിയും തമിഴ്നാട്ടിൽ അണ്ണാമലയും, ഇങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ സംസ്ഥാനങ്ങളിലും മികച്ച നേതൃനിര ഉണ്ട് എന്നുള്ളതാണ്. ഈ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ പോയി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ ഒന്നും കാര്യമായ രീതിയിലൊന്നും പണിയെടുക്കേണ്ടി വരില്ല. കാരണം ഈ സംസ്ഥാനങ്ങളിലെല്ലാം ശക്തമായി ഇവരിൽ ഓരോ ആൾക്കാരും ഉള്ളപ്പോൾ തീർച്ചയായും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പണി ഭയങ്കര ഈസി ആയിരിക്കും. ചില കാര്യങ്ങൾ കൂടി ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും അവർ തന്നെ മുന്നോട്ട് പോയി അധികാരത്തിലെത്തുവാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. അത്തരത്തിൽ ഭാരതീയ സംസ്കൃതിയെ മുൻനിർത്തിക്കൊണ്ട് ഭാരതം മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും വിജയ് പോലുള്ള ആൾക്കാർക്ക് അധിക നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അവിടെ എത്തുവാൻ പോകുന്നത് തീർച്ചയായും അണ്ണാമലൈ തന്നെയായിരിക്കും. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു ഗതി എന്ന് പറയുന്നത്. നേരത്തെ പല സമയങ്ങളിലും അണ്ണാമലയെ മുൻനിർത്തിക്കൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും വിജയിച്ചില്ല. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി അണ്ണാമലയെ നേരിട്ട് പരാജയത്തിലെത്തിക്കുവാനല്ല BJP ശ്രമിച്ചത്. അണ്ണാമലയെ ഒരല്പം മാറ്റി നിർത്തിയതിന് ശേഷം വിജയ്ക്കൊരു അവസരം കൊടുക്കുക. വിജയ്ക്കൊരു അവസരം കൊടുത്തു കഴിയുമ്പോൾ തമിഴ്നാട് പാകപ്പെട്ട് കഴിയും. ഒരു പുതിയ
നേതൃത്വത്തെ അംഗീകരിക്കുവാനായിട്ട് തമിഴ്നാട് പാകപ്പെട്ട് കഴിയും. ആദ്യം DMK, പിന്നീട് ADMK കഴിഞ്ഞ് DMK, ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിക്കുകയും ആ മാറ്റം നേരെ വിജയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അടുത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ആ ഗ്യാപ്പിലേക്കായിരിക്കും അണ്ണാമലൈ കയറി വരുന്നത്. തീർച്ചയായും തമിഴക രാഷ്ട്രീയം പുതിയ ഒരു നല്ല നേതൃത്വത്തെ തേടുകയാണ്. കാഴ്ചപ്പാടുമുള്ള ഒരു നേതൃത്വത്തെയാണ് തമിഴ് ജനത തേടുന്നത്. അത്തരം ഒരു രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉടൻ തന്നെ ഉദയം ചെയ്തു. എന്തായാലും ഇതെല്ലാം തന്നെ താൽക്കാലികമായ ചില അറേഞ്ച്മെൻറ്റുകൾ മാത്രമാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് ഒരു സൂപ്പർ സ്റ്റാറാണ്. സൂപ്പർ സ്റ്റാർ പരിവേഷം ഒക്കെയായിട്ട് തമിഴകത്ത് നിറഞ്ഞു കളിയാടുന്ന ആളാണ് വിജയ് എന്ന് പറയുന്നത്. പക്ഷേ ആ വിജയെ സംബന്ധിച്ചിടത്തോളം തമിഴിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. വിജയ് വലിയ ധൈര്യശാലിയൊക്കെ ആയിട്ട് റീലിൽ കിടന്ന് കളിക്കാം. പക്ഷേ അതിനപ്പുറം, ആ റീലിനപ്പുറം പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കളിക്കുവാൻ ഇത്തിരി ഒരു രാഷ്ട്രീയ ബോധ്യവും കൂടി വേണം. നമ്മൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കണ്ടതാണ്. വിജയുടെ നേർക്ക് ഒരാളൊരു പൂ എറിഞ്ഞു കഴിയുമ്പോൾ വിജയ് ഓടിച്ചാടി രക്ഷപ്പെടുവാൻ തോന്നുന്നു. ഇതാണൊരു റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ആ റിയൽ ലൈഫിൽ വിജയ് എത്രത്തോളം പ്രാപ്തനാണ് എന്ന് എന്തായാലും ഇനി തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കൂടെയുള്ള ജൻസികൾ എങ്ങനെയാണ് തെളിയിക്കുക എന്ന് അറിയില്ല. കാരണം വിജയെ പോലെ തന്നെ അധികാരത്തിലേറ്റ മറ്റു പല ആൾക്കാരും നിലംപൊത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ആ നിലംപൊത്തൽ വെറുതെ ആവില്ല. തമിഴ്നാടിൻ്റെ വരുംകാല പുരോഗതിക്ക് വേണ്ടി തന്നെയായിരിക്കും, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.